അശോ, ബ്രോയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതല്ലേ, വേസ്റ്റ് ആക്കണ്ട, ഞാൻ കഴിച്ചോളാം. എന്നെ കളിയാക്കാണോ? കളിയാക്കിയതൊന്നുമല്ല, സത്യ പറയണ, ഞാൻ കഴിച്ചോളാം. അങ്ങനെ ആരുടെ ഔദാര്യം ആവശ്യമില്ലേ ഗംഗയ്ക്ക്. മാറങ്ങോട്ട്. എന്താവാൻ, എല്ലാം വേസ്റ്റ് ഒട്ടയിൽ എറിഞ്ഞിട്ട് ഇപ്പൊ പൊട്ടുന്നുള്ള പരുവത്തില് അവിടെ മുഖം വീർപ്പിച്ച് നിപ്പുണ്ട്. എന്താ, ആഹാരമൊക്കെ വേസ്റ്റ് ഔട്ടിലേക്ക് എറിഞ്ഞുന്നോ? അതെ, എറിഞ്ഞു. നീ വാ. മാഡം, വലിയ കുഞ്ഞിനോടുള്ള ദേഷ്യം ഒരിക്കലും ആഹാരത്തിനോട് കാണിക്കരുതായിരുന്നു. അനിയൻ കുഞ്ഞ് കഴിക്കാന്ന് പറഞ്ഞതല്ലേ, എന്നിട്ടും എന്തിനാ അത് വേസ്റ്റ് ബോക്സിലിട്ടത്? പട്ടിണി കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ നാട്ടില്. പട്ടിണിയും പരിവട്ടമൊക്കെ നിനക്കാവശ്യം. ഞാൻ പാചകം ചെയ്തുകൊണ്ടുവന്ന ആഹാരം വേസ്റ്റ് ബോക്സിൽ തട്ടിയതിൽ നീ പരിതപിക്കണ്ട. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്ക് എന്റെ കൈകൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്ന ആഹാരം മറ്റൊരാൾക്ക് കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. അത് മനസ്സിലാക്കിയാ മതി. അല്ല, അത് കള്ളമാണ്. വലിയ കുഞ്ഞിനോടുള്ള സ്നേഹം കൊണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണെങ്കിൽ അതൊരിക്കലും വേസ്റ്റ് ബോക്സിൽ കളയാൻ തോന്നില്ല. നിന്റെ പറച്ചില് കേട്ട ഞാനതിൽ വല്ല മയക്കുപൊടിയോ വശീകരണ പൊടിയോ ചേർത്ത പോലുണ്ടല്ലോ. അത്തരം തരംതാണ പണികളൊക്കെ ചെയ്യാൻ ഞാൻ നിന്നെ പോലെ പട്ടിക്കാട്ടി ജനിച്ചതല്ല. നീ ആരെന്നാ നിന്റെ ഭാവം? എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു ഭാവവും ഇല്ല. ഞാൻ തൃച്ചംബരത്ത് വെറും ഒരു അടുക്കളക്കാരിയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ആ ബോധ്യം ഒന്നും ഉണ്ടാവണം. തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി എന്നെ മരുമകളായി തീരുമാനിച്ച് കല്യാണ തീയതിയും കുറിച്ചത് നീ കണ്ടതാണല്ലോ. അതിനിടയിൽ ഈ ബ്രാൻഡ് അംബാസിഡർ മത്സരം ജയിക്കാമെന്നും തൃച്ചംബരത്തെ മരുമകൾ പട്ടം തട്ടിയെടുക്കാമെന്നും സ്വപ്നം കാണുന്നത് വെറുതെയാ. ഈ ജന്മത്തത് നടക്കില്ല, നടക്കാൻ അനുവദിക്കില്ല ഞാൻ. വെല്ലുവിളിക്കാനൊന്നും ഞാനില്ല. എന്നാലും ഒരു കാര്യം ഗംഗയോട് പറയാ, ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും തൃച്ചംബരത്തേക്ക് വന്ന കല്യാണിയെ 4 ആൾ അറിയുന്ന കല്യാണി ദാസ് ആക്കിയത് ആ വല്യുഞ്ഞ. അതുകൊണ്ട് തന്നെ വല്യുഞ്ഞ് എനിക്ക് ദൈവമാണ്. ഇതുവരെ നടന്നതെല്ലാം യാദൃശ്ചികമാ. ഇനി ആരെന്തൊക്കെ വെല്ലുവിളികൾ നടത്തിയാലും കുതന്ത്രങ്ങൾ മെനഞ്ഞാലും മുകളിൽ ഒരാളുണ്ടല്ലോ, സാക്ഷാൽ ഈശ്വരൻ. അദ്ദേഹം വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കും. അത് മാഡം ഓർത്തിരിക്കുന്നത് നല്ലതാണ്.
വല്യുഞ്ഞെ, ഇതെല്ലാം ഞാൻ പഠിക്കേണ്ട പുസ്തകങ്ങളാണോ? അതെ, ഇത് മാത്രമല്ല, ഇത് പഠിച്ചു കഴിയുമ്പോൾ അടുത്തത് തരും. ഇത് മുഴുവൻ ഇംഗ്ലീഷാണല്ലോ. കല്യാണി, നീ ഇംഗ്ലീഷിലാണ് ചോദ്യം എന്ന് കരുതി ടെൻഷൻ അടിക്കണ്ട. ഈ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അറിവിന്റെ ഭണ്ഡാരമൊന്നുമല്ല, ആശയവിനിമയത്തിനുള്ള വെറുമൊരു ഭാഷ. അത്രേ ഉള്ളൂ. എല്ലാവരും വെല്ലുവിളിയായിട്ട് എടുക്കുക. ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. എന്താ ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച് എന്ന് വെച്ചാ എല്ലാം ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കാന്ന്. ഓ അത്രേ ഉള്ളൂ. ഓ ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച്. അത് വിട്ടേക്ക് ഗംഗ, കഴിഞ്ഞത് കഴിഞ്ഞു. പിന്നെ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് നടക്കുന്നത് എന്തിനാ? അതല്ല ആന്റി, ഞാൻ എന്ത് ആഗ്രഹത്തോടെ കുക്ക് ചെയ്ത് കൊണ്ടുപോയതാന്നറിയോ? അത് ആനന്ദ് കഴിക്കാത്തതിൽ എനിക്ക് സങ്കടമായി. ശരിക്കും പറഞ്ഞ ആകെ നാണക്കേടും. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനൊരു അനുഭവം എനിക്ക് ഉണ്ടാവുന്നത്. നന്നായി, നിനക്ക് അങ്ങനെ തന്നെ വേണം. അവൾ ആഹാരം ഉണ്ടാക്കി ഓഫീസിലേക്ക് പോയിരിക്കുന്നു. ഒരുത്തി അവനെ മയക്കിയെടുത്തത് ഈ പാചകം വെച്ച. അതുപോലെ അടുത്തവള് ഇറങ്ങി നോക്കിയതാ. പക്ഷെ അവൻ ഇപ്പോഴും കല്യാണിയുടെ പാചക ഇഷ്ടം. ഈ നാടൻ ഭക്ഷണശാല എന്ന് കേട്ടിട്ടില്ലേ, അതുപോലെ. നിന്റെ ഫീലിങ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നോക്ക്, ഓഫീസിലേക്ക് കയറിയാൽ ആനന്ദ് ഒരു തികഞ്ഞ ബിസിനസ്മാനാ. തിരക്കോട് തിരക്ക്. അവിടെ ആരോടും ഒന്നിനോടും ഒരു സെന്റിമെന്റ്സും ഇല്ല. മനഃപൂർവ്വമായിരിക്കില്ല, ആ തിരക്കിനിടയിൽ പറ്റിയിട്ടുണ്ടാവില്ല. അതാ. അത് പോട്ടെ, ഓഫീസിൽ വെച്ച് സാധിക്കാതെ പോയ നിന്റെ ആഗ്രഹം ഇവിടെ വെച്ച് നിറവേറാൻ പോകുന്നു. എന്താ അതുപോലെ? എങ്ങനെ ആന്റി എന്തായി പറയുന്നേ? അതെ, നീ ആനന്ദിന് വേണ്ടി ഉണ്ടാക്കിയ ആഹാരം ആനന്ദിനെ കൊണ്ട് കഴിപ്പിക്കാൻ പറ്റിയില്ല. അതല്ലേ നിന്റെ സങ്കടം? അതെ ആന്റി. എന്നാ ഇന്ന് ഇവിടെ വെച്ച് നീ ആനന്ദിനും മനസ്സ് നിറയെ ആഹാരം വിളമ്പി കൊടുക്കുന്നു. എന്താ ഇപ്പൊ സന്തോഷമായല്ലോ? സത്യമാണ് ആന്റി. താങ്ക് യു ആന്റി, താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് ഓക്കെ. അപ്പൊ പാചകറാണി ചെന്ന് ഇനി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആനന്ദിന് പാചകം ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി വെക്കേ. ഓക്കെ? അപ്പോഴേക്കും അവൻ ഇങ്ങെത്തും. ചെല്ല്. ശരി ആന്റി, ഞാൻ ഇപ്പൊ തന്നെ ചെയ്യാം.
അത്താഴം ഓട്ടിച്ച് മനസ്സിൽ കയറി പറ്റാനായിരിക്കും. നടന്നത് തന്നെ. എന്താ നടക്കാൻ പോകുന്നെന്ന് നോക്കാലോ. എങ്ങോട്ടാ വല്യുഞ്ഞ് പോണേ? കല്യാണി, നിനക്കെന്താ പേടിയുണ്ടോ? നിന്റെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷന്റെ കൂടെയല്ലേ നീ ഇരിക്കുന്നത്? വല്യുഞ്ഞ് പറയണ ശരിയാ. പക്ഷേ ആ ശരിയും സത്യവും എനിക്കും വല്യുഞ്ഞിനും മാത്രമേ അറിയൂ. നാലാളറിയേ വല്യുഞ്ഞിന്റെ കഴുത്തിൽ താലി കെട്ടിയിരുന്നെങ്കിൽ വല്യുഞ്ഞിനോട് ഈ ചോദ്യം ഉണ്ടാവില്ലായിരുന്നു. അപ്പോ ഇപ്പൊ നീ എന്റെ ആരുമല്ലെന്നാണ് പറഞ്ഞു വരുന്നത്? ഏയ്, ഞാൻ ഈ ജന്മമല്ല, ഇനിയൊരു 100 ജന്മം ഉണ്ടെങ്കിലും വല്യുഞ്ഞിനു വേണ്ടി മാത്രം ജനിച്ചവളായിരിക്കും. ഇത് കല്യാണിയുടെ ലക്ഷ്യ, വെറും ലക്ഷ്യമല്ല. ഒരിക്കലും കിട്ടാത്ത സ്വപ്നത്തുമ്പിയെ കൈവെള്ളയിൽ ഒതുക്കാനുള്ള മോഹം, നേടുമെന്ന് ഉറപ്പില്ലാത്ത പരിശ്രമം. എന്താ കല്യാണി ഇത്? യുദ്ധത്തിൽ ജയിക്കുന്നത് പടച്ചട്ടയോ യുദ്ധോപകരണങ്ങളോ കൊണ്ടല്ല, അത് ഉപയോഗിക്കുന്നവന്റെ മനോബലം കൊണ്ടാണ്. കല്യാണി മനസ്സിനെ തളർത്താതിരുന്നാൽ മാത്രം മതി. തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന പോലെ തോന്നുന്നുണ്ടോ വല്യുഞ്ഞിന്? ഈ തുമ്പി കല്ലെടുക്കും എന്നുള്ള വിശ്വാസം എനിക്ക്. എന്താ വല്യുഞ്ഞ അമ്പലത്തില്? എന്റെ കെട്ടിയോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഇതാണല്ലോ. അല്ലാതെ പാർക്കിലോ ബീച്ചിലോ വിളിച്ചാൽ നീ വരില്ലല്ലോ. വാ, ഇറങ്ങ. വാ വല്യുഞ്ഞെ, പെട്ടെന്ന് തൊഴുതിട്ട് ഇറങ്ങാം. ഒരുപാട് വൈകി. കല്യാണി, നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഗിഫ്റ്റ് വാങ്ങിത്തരണമെന്നുണ്ട്. നിനക്ക് എന്താ ഗിഫ്റ്റായിട്ട് വേണ്ടത്? എനിക്ക് ഒന്നും വേണ്ട വല്യുഞ്ഞെ. എന്റെ വല്യുഞ്ഞ് ഈ സിന്ദൂര രേഖയിൽ ഒരു പൊട്ട് ചാർത്തി തന്നാൽ മാത്രം മതി. ദേവി, മഹാമായേ, കല്യാണിക്കിനി പ്രാർത്ഥിക്കാൻ ഒന്നേ ഉള്ളൂ. എത്രയും വേഗം 4 ആളറിയ വല്യുഞ്ഞിന്റെ കഴുത്തിൽ താലി ചാർത്തണം. ദേവി, എനിക്ക് കല്യാണിയോട് പ്രണയമാണെന്ന് ഉറപ്പിച്ചു തന്ന ദേവി തന്നെ ഈ കല്യാണവും നടത്തി തരണം. പ്രാർത്ഥനയാണ്, കൈവിടരുത്. ഞാനൊരു ഫോൺ ചെയ്തിട്ട് വരാം. ദേവി, ഇങ്ങ് വന്നേ. ആന്റിയുടെ പേരെന്താ? ആഹാ, എന്റെ പേര് കല്യാണി. മോളുടെ പേരെന്താ? വൈഗ. വൈഗ, നല്ല പേരാണല്ലോ. ഞാൻ ആന്റിക്ക് ഒരു ഉമ്മ തരട്ടെ? അയ്യടാ. ഉമ്മ.
ആ താങ്ക് യു. വെൽക്കം. അങ്കിള് തന്ന ഉമ്മ ആ ആന്റിക്ക് കൊടുത്തു. ചോക്ലേറ്റ്. ഹായ്. ആ ആന്റി ഏത് കവിളിലാ ഉമ്മ വെച്ചത്? ഇവിടെ. ആഹാ. വാ മോളെ. വാ പോവാൻ വലിയുഞ്ഞേ. പോവാം. ശരി വലിയുഞ്ഞേ, നേരെ ഒരുപാട് വൈകി. വലിയുഞ്ഞ് ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ലല്ലോ. നല്ല വിശപ്പുണ്ടാവും. കഴിച്ചിട്ട് വേണം കിടക്കാൻ. അതെ, നല്ല വിശപ്പുണ്ട്. പക്ഷേ നിന്റെ കൈകൊണ്ടുണ്ടാക്കിയത് വല്ലതും കഴിക്കണമെന്നൊരു തോന്നലായിപ്പോ. ഒരു കാര്യം ചെയ്, നീ ചെന്ന് ആഹാരം ഉണ്ടാക്കി എല്ലാരും ഉറങ്ങിക്കഴിയുമ്പോ ഗാർഡനിലേക്ക് കൊണ്ടുപോവാ. എനിക്കിന്ന് നിന്റെ കൈകൊണ്ട് കഴിച്ചിട്ട് വേണം കിടന്നുറങ്ങാൻ. അയ്യോ അതൊന്നും വേണ്ട വലിയുഞ്ഞേ. വീട്ടിലെല്ലാം റെഡി ആയിരിക്കും. വലിയുഞ്ഞ് ചെന്ന് കഴിച്ചിട്ട് ഇപ്പൊ തന്നെ കിടന്നുറങ്ങ. അതായിരിക്കും നല്ലത്. ഓക്കെ, നീ പറയുന്നൊക്കെ ശരിയാ. അകത്ത് ഡൈനിങ് ടേബിളിൽ എല്ലാം റെഡിയായിരിക്കും. പക്ഷേ അതിന് നിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ രുചി ഉണ്ടാവില്ല. അമ്മ നിന്നെ വീട്ടിലേക്ക് വരരുതെന്ന് പറഞ്ഞ ശേഷം നിന്റെ കൈ കൊണ്ടുണ്ടാക്കിയത് കഴിച്ചിട്ട് ഒരുപാട് നാളായതുപോലെ. ഇന്ന് എനിക്കത് കഴിക്കണം. നീ പോയി അത്താഴം ഉണ്ടാക്കിക്കൊണ്ടുവാ പ്ലീസ്. ഏയ് ഇപ്പൊ വേണ്ട വലിയുഞ്ഞേ. നാളെ പാചകം ചെയ്ത് ഓഫീസിലേക്ക് കൊണ്ടുവരാൻ ഞാൻ. എന്താ അതുപോരെ? പോരാ, എനിക്കിപ്പോ നിന്റെ കൈ കൊണ്ടുണ്ടാക്കിയ ആഹാരം കഴിക്കണം. ഇപ്പൊ ഈ രാത്രി തന്നെ. ദേ, താലി കെട്ടിയവൻ പറഞ്ഞ കെട്ടിയോളം അനുസരിക്കണമെന്നാ നിയമം. എനിക്ക് വിശക്കുന്നു. നീ പോയി ആഹാരം ഉണ്ടാക്കിക്കൊണ്ട് വന്നേ. പോ പോവാൻ. വലിയുഞ്ഞേ അത് ഞാൻ. ഏയ് ഒരതുമില്ല. ചേട്ടാ ഇത് കൊള്ളാലോ. ഭർത്താവിന് വിശക്കുന്നു എന്ന് പറഞ്ഞ ആഹാരം ഉണ്ടാക്കി തരാൻ മടിയുള്ള ഭാര്യയോ? കൊള്ളാലോ നീ. ദേ, ഇനിയിപ്പോ ഒന്നും പറയാൻ നിൽക്കണ്ട. പോയി ആഹാരം ഉണ്ടാക്കിക്കൊണ്ടുവാ. ദേ, ഇത് നിന്റെ കെട്ടിയോന്റെ ഓർഡറാ. പോവാൻ. ശരി, ഞാനൊന്ന് നോക്കട്ടെ. ആ നോക്കലല്ല, നടത്തി കാണിക്കൽ. അത്താഴ് റെഡിയാകുമ്പോ ഒരു മിസ് കോൾ അടിച്ചാൽ മതി. ഞാൻ ഇറങ്ങി വരാം. ഇപ്പൊ നീ ചെല്ല്. ശരി. നിറങ്ങളാ